രാവിലെ ജോലിക്ക് പോകാൻ കാറിൽ കയറിയിരിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഇന്ന് ഓഹരിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ മടങ്ങാൻ കുറച്ച് വൈകും. അതാരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നതുമില്ല. വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഒരു ശീലം. കാറിൽ കയറിയിരുന്ന് അയാൾ വീണ്ടും തൻ്റെ കുടുംബത്തെ നോക്കി. ഭാര്യ മകളുടെ ചെറിയ കുട്ടിയുടെ കൈനഖങ്ങൾ മുറിക്കുന്നു. മകൾ തോട്ടക്കാരനെ ശകാരിക്കുന്നു. മൂത്ത മകൻ്റെ ഭാര്യ തൻ്റെ നേർത്ത കൈവിരലുകൾ കൊണ്ട് മേശമേൽ കിടക്കുന്ന ഒരു സിനിമാ മാസികയുടെ ഏടുകൾ മറിക്കുന്നു. രണ്ടാമത്തെ മകൻ റേഡിയോയിലെ ക്രിക്കറ്റ് മത്സര വിവരണം ശ്രദ്ധിക്കുന്നു. കാർ പുറപ്പെട്ടു. രണ്ടു ഭാഗത്തും ഗോളവിളക്കുകൾ പിടിപ്പിച്ച പടിവാതിൽ കടന്ന് റോഡിലേക്ക് തിരിഞ്ഞു. എത്ര തവണയായി ഞാൻ പറയുന്നു ഈ വെള്ളറോസിൻ്റെ തലപ്പ് വെട്ടണമെന്ന്. എത്ര പറഞ്ഞാലും. നൗ കംസ് മൻകാട്. അയാൾ ഒരു സിഗരറ്റ് കൊളുത്തി സീറ്റിൽ ചാഞ്ഞു കിടന്നു. തൻ്റെ കുടുംബത്തെ പറ്റി ആലോചിച്ചു. തനിക്കെന്താണ് അവർ ഓരോരുത്തരുമായി കാരണമില്ലാത്ത ഈ അകൽച്ച തോന്നുവാൻ? പലപ്പോഴും അവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാവും തനിക്ക് തോന്നുന്നത്, ഞാൻ എന്തിനാണ് ഇവരുടെ ഇടയിലിരിക്കുന്നത്? എങ്ങോ വഴിതെറ്റി ചെന്നെത്തിയ പോലെ. ചെവിക്ക് മുകളിൽ നരച്ചു തുടങ്ങിയ ആ തടിച്ച സ്ത്രീ ചോദിക്കുകയാവും, തൈരിന് പുളിപാകമല്ലേ? പരുക്കൻ സ്വരമുള്ള ചെറുപ്പക്കാരി വെപ്പുകാരനെ ശകാരിക്കുന്നുണ്ടാവും. ഞാൻ എത്ര തവണയായി പറയുന്നു മാംസക്കറിയിൽ വെള്ളുള്ളി ഇടരുതെന്ന്. എത്ര പറഞ്ഞാലും. മേശയുടെ കാൽക്കലിരിക്കുന്ന തലമുടി ചുരുണ്ട സ്ത്രീത്വം തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു, രാമാ, വെള്ളം. ഇടതുഭാഗത്തിരിക്കുന്ന വിളർത്തു മെലിഞ്ഞ ചെറുപ്പക്കാരി നഖച്ചായമിട്ട കൈവിരലുകൾ കൊണ്ട് ചോറ് നുള്ളി തിന്നുകയാവും. അയാൾക്ക് പെട്ടെന്ന് വീണ്ടും ആ ഏകാന്തത അനുഭവപ്പെടും. താൻ എന്തിന് ഇവരുടെ ഇടയിൽ മേശയുടെ തലക്കിലിരിക്കുന്നു? എന്തോ ശ്വാസം മുട്ടിക്കുന്ന സ്വരച്ചേർച്ചയില്ലായ്മ. പിക്കാസോവിൻ്റെ കഠിനങ്ങളായ വരകളും കോണുകളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിനെതിരെ പഴയ രവിവർമ്മയുടെ ഒരു സുന്ദര സൃഷ്ടിയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇടതുഭാഗത്തിരിക്കുന്ന മധ്യവയസ്ക പിന്നെയും ചോദിക്കുന്നു, തൈരിന് പുളി പാകത്തിനല്ലേ ഉള്ളൂ? മിണ്ടാതിരുന്നാൽ പോരല്ലോ. ഇത് തൻ്റെ കുടുംബമാണ്, തൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം. കൊല്ലങ്ങൾ ചെല്ലും തോറും മുഴപ്പുകൾ തട്ടി നീക്കി, മിനുപ്പ് വരുത്തി, പുതുക്കി, പരിഷ്കരിച്ച് പണ്ടത്തേതെന്ന് തിരിച്ചറിയാൻ വയ്യാതാക്കിയ കുടുംബം. ഈ മാറ്റങ്ങളിൽ താൻ അഭിമാനിക്കേണ്ടതായിരിക്കാം. കുറേയൊക്കെ അഭിമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ആ അഭിമാനം പെട്ടെന്ന് നിറമങ്ങിപ്പോകുന്നത്? അഭിമാനമില്ലെങ്കിലും ഇത് തൻ്റെ കുടുംബമാണ്. വെണ്ണ സിൽക്ക് സാരി ഉടുത്ത് കാതിൽ വൈരക്കമ്മലിട്ട് തൻ്റെ മക്കളോടും പേരക്കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്ന മധ്യവയസ്കയായ ഈ സ്ത്രീ കഴിഞ്ഞ 30 കൊല്ലത്തിൽ ഉള്ളിലും പുറത്തും മാറിക്കഴിഞ്ഞിരുന്നുവെങ്കിലും താൻ കല്യാണം കഴിച്ച് ആദ്യമായി വണ്ടിയിൽ കയറ്റിയ മാധവിക്കുട്ടിയാണ്. താൻ എന്തുകൊണ്ട് ഇപ്പോൾ അത് ഓർമ്മിക്കുന്നില്ല? അന്ന് കഴിഞ്ഞ ഓരോ ചെറിയ ദിവസങ്ങളും ഓരോ ചെറിയ വാക്കുകളും ഉയരാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെയും ഭാര്യയുടെയും അറ്റമില്ലാത്ത പ്രതീക്ഷകൾ. നോക്കൂ, നമുക്കിവന് ഭാസ്കരൻ എന്ന് പേരിട്ടാലോ? എന്താ, പിടിക്കോ? തട്ടിന്മേലുള്ള പിച്ചളക്കണ്ണിമേൽ തൂങ്ങിയ തുണിത്തൊട്ടിൽ പതുക്കെ ആട്ടിക്കൊണ്ട് ചെറുപ്പക്കാരിയായ മാധവിക്കുട്ടി ചോദിക്കുകയാണ്, ഛേ, അതൊന്നും അവന് വേണ്ട. മനോഹർ എന്നാണ് പേരിടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തെന്നാ? മനോഹർ. ആ, അതും നല്ല പേരാ. അതൊക്കെ നടന്നത് 28 കൊല്ലം മുമ്പാണ്. ഇന്നലെ എന്ന് തോന്നുന്നുവെങ്കിലും. ലില്ലി, മനോഹർ വന്നില്ലേ? 8:30 മണിയായല്ലോ. ഇല്ല. വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനോഹർ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും വൈകിയേ വരുന്നുള്ളൂ. ഈയിടെയായി, പ്രത്യേകിച്ചും വിൽപ്പന വകുപ്പിൻ്റെ മാനേജരായി ഈ കൊല്ലം ഉദ്യോഗ കയറ്റം കിട്ടിയ മുതൽക്ക്. മനോഹറിൻ്റെ ആഫീസിൽ മോട്ടോർ കാർ വ്യവസായത്തിൻ്റെ ഉലച്ചിൽ കാരണം കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ വളരെ ആളുകളെ പിരിച്ചയക്കേണ്ടി വന്നു. അവർക്ക് ഗ്രാറ്റുവിറ്റിയായും മറ്റും പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളങ്ങൾ ചുരുക്കേണ്ടതായി വന്നു. തൊഴിലാളികളെ വല്ലാതെ ലാളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ എന്ന് മനോഹർ പറഞ്ഞു. താനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്ര ചെറുപ്പക്കാരനായ മനോഹറിൻ്റെ വായിൽ നിന്നത് വന്നപ്പോൾ തനിക്ക് വ്യസനം തോന്നി. ഈ മുതലാളിത്ത മനസ്ഥിതി ഇത്ര ചെറുപ്പത്തിലെ അവന് വരേണ്ടിയിരുന്നില്ല. പ്രായമായ മുതലാളിത്ത മനസ്ഥിതിക്കാരെ ക്ഷമിക്കാം, അവർ മറയുന്ന ഒരു വർഗമാണല്ലോ. പക്ഷേ ഭാവിയിൽ മനോഹറിനെ ഈ രാജ്യം എങ്ങനെ സഹിക്കും? ഒരുപക്ഷേ. കാർ നിന്നു. മഴ പെയ്യുന്നുവെന്ന് അപ്പോഴാണ് അയാൾ അറിഞ്ഞത്. ശിപായി കുടയും കൊണ്ടുവന്നു. താൻ 30 കൊല്ലത്തിലധികം ജോലിയെടുത്ത ആ ഊക്കൻ കെട്ടിടത്തിലേക്ക് അയാൾ തലകുനിച്ച് നടന്നുപോയി. അകത്ത് ഹാളിൽ ആരും എത്തിയിട്ടില്ല. ക്ലാർക്ക് പിള്ള മാത്രം തലകുനിച്ചിരുന്ന് എന്തോ എഴുതുന്നു. പിള്ള തനിക്ക് ശേഷം അധികം കൊല്ലങ്ങൾ ഈ ബാങ്കിൽ ജോലിയെടുത്ത ആളാണ്.
ഒരിക്കൽ ഏതാണ്ട് ഒരേ സ്ഥിതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന മേശകളിലിരുന്ന് രണ്ടാളും ജോലിയെടുത്തിട്ടുണ്ട്. അന്നെല്ലാം താൻ പിള്ളച്ചേട്ടൻ എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. പതുക്കെ പതുക്കെ താൻ ഹാൾ വിട്ട് അകത്തേക്ക് നീങ്ങി. പിള്ളച്ചേട്ടൻ എന്ന വിളിയും പോയി. ഓരോ പടിയായി ശ്രമം കൊണ്ടും കുറേയൊക്കെ ഭാഗ്യം കൊണ്ടും താൻ ഈ ബാങ്കിൻ്റെ മാനേജറായി. ഉറുപ്പികയ്ക്ക് 11 ആദായ നികുതി കൊടുക്കുമ്പോഴും പിള്ള തൻ്റെ തടിക്കാത്ത ശമ്പള ലെക്കോട്ടും കീശയിലിട്ട് വീട്ടിലേക്ക് മടങ്ങും. അയാളുടെ കുനിഞ്ഞ കഷണ്ടിത്തലയും അലക്കി അലക്കി തേഞ്ഞു തുടങ്ങിയ ഖദർ സൂട്ടും കാണുമ്പോൾ പലപ്പോഴും തനിക്ക് തോന്നാറുണ്ട് പിള്ളയ്ക്ക് വല്ല ഗുണവും ചെയ്യണമെന്ന്. പക്ഷേ ധൈര്യമില്ല. പിള്ളയുടെ ജോലി എന്നും മൂന്നാന്തരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇരുമ്പ് വളയത്തിൽ കൂടി ഓടിച്ചാടുന്ന സർക്കസ് നായയെപ്പോലെ മാറ്റമില്ലാതെ മടുപ്പില്ലാതെ നന്നാവാൻ ശ്രമിക്കാതെ പിള്ള ബാങ്കിൻ്റെ ഹാളിൽ തൻ്റെ പഴയ മേശക്കരിയിലിരിക്കുന്നു. മിടുക്കന്മാരായ ചെറുപ്പക്കാർ പൊന്തി വന്നു. പിള്ളയെ കവച്ചു വെച്ച് അസിസ്റ്റൻ്റ് മാനേജരും മറ്റുമാവുന്നു. താൻ എങ്ങനെയാണ് പിള്ളയെ സഹായിക്കുക? മലയാളിയായതുകൊണ്ടും പണ്ട് താൻ പിള്ളച്ചേട്ടൻ എന്ന് വിളിച്ചിരുന്നത് കൊണ്ടും മാത്രം. അയാൾ മുറിയിൽ കടന്ന് കോട്ടെടുത്ത് ചുവരിൽ തൂക്കി. മേശപ്പുറത്ത് അന്നത്തെ വർത്തമാന കടലാസുകൾ അടുക്കി വെച്ചിരിക്കുന്നു. പ്രധാന വർത്തമാനങ്ങൾ, പ്രത്യേകിച്ചും ബാങ്കുകളെപ്പറ്റി ചുമന്ന പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു. അസിസ്റ്റന്റ് മാനേജർ രാമചന്ദ്രൻ്റെ ജോലിയാണത്. രാമചന്ദ്രൻ ഈയിടെയാണ് ഉയർന്നത് ഉദ്യോഗത്തിൽ. ഇത്ര ചെറുപ്പത്തിൽ അതൊരത്ഭുതമാവേണ്ടതാണ്. പക്ഷെ രാമചന്ദ്രൻ തികച്ചും അതർഹിക്കുന്നു. കഠിനമായ അധ്വാനം, വേണ്ടിടത്തൊക്കെ പുറത്തിറക്കുന്ന ആ പുഞ്ചിരി, സദാശാന്തനായുള്ള സ്വഭാവം. രാമചന്ദ്രൻ വാസ്തവത്തിൽ ബാങ്കിൻ്റെ ആശാകേന്ദ്രമായി കഴിഞ്ഞു. എങ്കിലും ആ മൃദുശബ്ദമുള്ള ചെറുപ്പക്കാരൻ മുറിയിലേക്ക് വരുമ്പോഴും അയാളുടെ ചുറ്റുമൊഴുകുന്ന ആ ആത്മവിശ്വാസം കാണുമ്പോഴും തനിക്ക് ഒരസുഖം തോന്നാറുണ്ട്. ജനലുകളിന്മേൽ മഴ ഊക്കോടെ വന്നടിച്ചു. അയാൾ അവ തുറന്നിട്ട് കസാലയിൽ വന്നിരുന്നു. പുറത്ത് കടും പച്ചയിലകളിൽ കനമുള്ള മഴത്തുള്ളികൾ തുള്ളുന്നു. അയാളുടെ മനസ്സ് പെട്ടെന്ന് കൊല്ലങ്ങൾ ചാടിക്കടന്ന് പാലക്കാട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്കെത്തി. ഓലയിട്ട ഒരു വീടിൻ്റെ തട്ട് ചോർന്നൊലിക്കുകയാണ്. തെക്കിനിയിൽ പാത്രങ്ങൾ നിറഞ്ഞു. ഓരോന്നിലും മഴത്തുള്ളികൾ വീണ് നനുത്ത സ്വരങ്ങളുണ്ടാക്കി. നാരായണൻകുട്ടി, എന്താ മിഴിച്ചു നോക്കുന്നത്? ഇവിടെ വന്നിരുന്ന് പാഠം ചൊല്ല്. നാരായണൻകുട്ടി, അതൊരു പഴയ വിളിയാണ്. ആ വെള്ളമൊലിച്ച് വീണിരുന്ന ഓലപ്പുരയുടെയും മഴയിൽ തലയിട്ടടിച്ചിരുന്ന മാവിൻ തൈകളുടെയും ആദ്യത്തെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൻ്റെയും കാലത്തിൽ നിന്ന് വന്ന ഒരു വിളി. അതിന്ന് എവിടെ പോയാലും കേൾക്കില്ല. തലമുടി ചരിച്ചു കെട്ടിവെച്ച് മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരമ്മ അവരുടെ മകനെ വിളിക്കുകയായിരുന്നു. ഇനി പെട്ടെന്ന് വാതിൽ തുറന്ന് രാമചന്ദ്രനകത്തേക്ക് വന്നു. ക്ഷമിക്കണം, പക്ഷേ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. രാമചന്ദ്രൻ ജനലുകൾ വീണ്ടും അടച്ച് നിലത്ത് വീണ് കിടക്കുന്ന വെള്ളം നോക്കി ശിപായിയെപ്പറ്റി പിറുപിറുത്തു. ഞാൻ തുറന്നിട്ടതാണ്. എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ മീറ്റിങ്ങിനെ പറ്റിയാണോ? രാമചന്ദ്രന് പറയാനുള്ളത് മീറ്റിങ്ങിനെ കുറിച്ച് തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കടം ചോദിച്ച ഇരിപ്പ് കമ്പനി എങ്ങാണ്ടോ 2-3 പശ്ചാത്തലമില്ലാതെ അരപ്പണക്കാർ തുടങ്ങിയ ഒന്നാണ്. മുങ്ങിച്ചാകാറായ ഒരു കമ്പനി. താൻ അന്വേഷിച്ച് വിവരമറിഞ്ഞു. കടം കൊടുക്കുന്നത് ബുദ്ധിപൂർവ്വം ആലോചിക്കുമ്പോൾ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഓർമ്മ വയ്ക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? രാമചന്ദ്രന് പിന്നെയും പറയാനുണ്ട്. ഈ കൊല്ലത്തെ ഉദ്യോഗ കയറ്റത്തിൻ്റെ ലിസ്റ്റ് വായിച്ച് കേൾപ്പിക്കണം. അതിൽ വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ. ഉണ്ടാവില്ല, താൻ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തവരാണ്. വായിക്കൂ. ഇല്ല, പിള്ളയുടെ പേര് ഇക്കുറിയുമില്ല. പിള്ളയുടെ പേരും എഴുതിക്കോളൂ ഇക്കുറി. അയ്യോ, ക്ലാർക്ക് കിഴവൻ പിള്ളയോ? അത് തീരെ അനാവശ്യമാണ്. അയാൾ ജോലിയിൽ മഹാമോശം. താൻ എന്നും വിചാരിക്കും പിള്ളയോട് രാജിവെക്കാൻ പറയാൻ കൂടി. അയാൾ തീരെ മോശമാണ്. അങ്ങനെ പലതും രാമചന്ദ്രന് പറയാനുണ്ടായിരുന്നു. അല്ല, പിള്ള തീർച്ചയായും ഇക്കുറിയത്തെ ലിസ്റ്റിൽ വരണം. അങ്ങനെയാണെങ്കിൽ ശരി. പിന്നെ തനിക്കൊന്നും പറയാനില്ല. രാമചന്ദ്രൻ തലതാഴ്ത്തി മടങ്ങിപ്പോയി. വാതിൽ ശബ്ദമില്ലാതെ അടഞ്ഞു. വീണ്ടും അയാൾ തൻ്റെ ആലോചനകളോടൊന്നിച്ച് തനിച്ചായി. മനഃശല്യങ്ങൾ കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്. ഓഹരിക്കാരുടെ മീറ്റിങ്ങുകൾക്ക് മുമ്പ് താൻ എന്നും ലാഭനഷ്ട കണക്കുകൾ തയ്യാറാക്കാറുള്ളത് പോലെ ഇന്ന് താനെന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ കൊല്ലങ്ങളെ ലാഭങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേണ്ടി പരിശോധിക്കുന്നത്? എന്തോ ഒരു പക്ഷേ തനിക്ക് പ്രായമായി തുടങ്ങിയിരിക്കണം. കഴിഞ്ഞുപോയ ഏതോ ഒരു നിറമില്ലാത്ത കാലത്തു നിന്നും സന്തോഷം പൊക്കിയെടുക്കാൻ ഈയിടെയായി താൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴുള്ളതേക്കാൾ എങ്ങനെയാണ് സന്തോഷമുണ്ടായിരിക്കുക? കാലത്തിൻ്റെ ഓട്ടത്തിൽ ദുഃഖങ്ങളുടെ നിറം മങ്ങുന്നു. പക്ഷേ സുഖങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കുന്നു. തൂക്കം തെറ്റുന്നു. ചെയ്യാൻ മറന്ന ഗുണങ്ങളും ചെയ്ത കുറ്റങ്ങളും മനസ്സിനെ അലട്ടുന്നു. താൻ എവിടെയാണ് തെറ്റുകാരൻ? എന്തുകൊണ്ട് പലവിധത്തിലുള്ള നേട്ടങ്ങളും സുഖങ്ങളും ഉണ്ടായിട്ടും തനിക്ക് കരണ്ടു തിന്നുന്ന അതൃപ്തി തോന്നുന്നു?
മനുഷ്യൻ എന്നും തനിച്ചാണ് നിൽക്കുന്നത്. അവൻ്റേതായ അച്ചുതണ്ടിന്മേൽ അവൻ തനിച്ചു തിരിയുന്നു. താൻ തനിച്ചാണെന്നുള്ള ഈ വിചാരം, ഈ ഏകാന്തത പ്രായമായി തുടങ്ങുന്ന ഈ മനുഷ്യന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്നു. മനുഷ്യർക്കിടയിൽ എന്നും എന്നും ചെറിയ മതിലുകൾ ഉയർന്നു വരുന്നു. പണത്തിൻ്റെ, നിറവ്യത്യാസത്തിൻ്റെ വഴിയിൽ തെറ്റുപറ്റാതെ പോവാനോ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ആനന്ദം തേടാനോ വഴികളുണ്ടായിരിക്കണം. പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ പ്രശ്നത്തിൽ അവൻ്റേതായ ഒരു ഉത്തരം കിട്ടാറുണ്ട്. ഒരു പക്ഷേ അതാവാം ശരിയായ ഉത്തരം. അന്നു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അയാൾ പറഞ്ഞു, മാധവിക്കുട്ടി, ഞാൻ ഉദ്യോഗം രാജിവെക്കാൻ ആലോചിക്കുകയാണ്. വിശേഷിച്ച് ഒന്നുമില്ല. ഇനി കുറച്ചു കാലം നാട്ടിൽ പോയി താമസിക്കാൻ ഒരു മോഹം. നമുക്ക് രണ്ടാൾക്കും കുറച്ചു പ്രായമായല്ലോ. ഭാര്യ ഒന്നും മിണ്ടിയില്ല. ജനലുകൾ പെട്ടെന്ന് കാറ്റിൽ കൊട്ടിയടഞ്ഞു. പുറത്ത് വലിയൊരു മഴ പുറപ്പെട്ടു വരികയാണ്.